മെട്രോനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം 16-ാം വാക്യം, അതായത് നമ്മൾ ചിന്തിച്ച സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാവുന്നല്ലോ. നമ്മൾ ദൈവശക്തിയെക്കുറിച്ച് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. എന്നാൽ അവിടെ ഒരു വേർഡ്, രക്ഷ എന്ന് പറഞ്ഞൊരു വേർഡുണ്ട്. അതിനെക്കുറിച്ച് കാര്യമായിട്ട് നമ്മൾ സംസാരിച്ചില്ല. രക്ഷയെക്കുറിച്ച് നമുക്കറിയാം, സാൽവേഷൻ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിനോ ജനതയ്ക്കോ ഉള്ള രക്ഷയ്ക്കോ ഉപരിയായിട്ട് ഇവിടെ വ്യക്തിപരമായ രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. വ്യക്തിപരമായ രക്ഷ, ആദ്യ യഹൂദനും പിന്നെ യവനും. അവിടെ അങ്ങനെ ആ പേര് വരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിക്കുള്ള രക്ഷ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാം. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അത് വിശ്വസിക്കുന്ന ഏവനും ആണ്. വിശ്വാസമാണ് അതിൻ്റെ കാരണം. ആ വിശ്വാസത്തെക്കുറിച്ചാണ് അടുത്ത വാക്കിൽ പറയുന്നത്. ഈ രക്ഷ എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രക്ഷ വരുന്നത്. നമുക്കറിയാം, രക്ഷിക്കപ്പെടുവാനുള്ള മാർഗം യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് എന്നറിയാം. ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നേരത്തെ പല എപ്പിസോഡുകളിലും ഉണ്ട്. ലോകത്തിൽ 2 ഗ്രൂപ്പേ ഉള്ളൂ. ഫിലിപ്പിയർ 1:28 പറയുന്ന 2 ഗ്രൂപ്പേ ഉള്ളൂ. ഒന്ന് രക്ഷിക്കപ്പെടുന്നവരും, 2 നശിക്കുന്നവരും. അതായത് ഓപ്പോസിറ്റ്, രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ നശിക്കുക. അപ്പോൾ ഈ നശിക്കപ്പെടുന്ന ആളുകളെ, രക്ഷിക്കപ്പെടുന്ന ആളുകളും 2 ഗ്രൂപ്പായിട്ട് മാത്രം ലോകത്തിലുള്ളവരെ തിരിച്ചിരിക്കണം. അതിൽ സുവിശേഷത്തിൻ്റെ ശക്തിയാൽ നശിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ നശിച്ച ആളുകൾ, നശിക്കുന്നവർ, അവർ രക്ഷിക്കപ്പെടുന്നവരായി മാറുന്നു എന്നുള്ളതാണ് സത്യം. ഈ രക്ഷിക്കപ്പെടുന്നതിന് തന്നെ, ഈ രക്ഷയ്ക്ക് തന്നെ 3 കാലങ്ങളുണ്ട്. അതുമായിട്ട് നമ്മൾ ഈ റോമർ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കും. ഒന്ന്, ഫ്രം ദ പെനാലിറ്റി ഓഫ് സിൻ, അതിനാണ് നീതീകരിക്കുക എന്നൊക്കെ പറയുന്നത്. ശിക്ഷാവിധിയിൽ നമ്മളെ വിടുവിക്കുന്നത്, അതാണ് രക്ഷയുടെ ആദ്യത്തെ പടി. 2ാമത്തെ പടി എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണമാണ്, സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ആ കാലം എന്ന് പറയുമ്പോഴത് വർത്തമാനകാല രക്ഷ. നേരത്തെ പറഞ്ഞ ഭൂതകാല രക്ഷ, ഇത് വർത്തമാനകാല രക്ഷ, സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. ദിനം പ്രതി കർത്താവിൻ്റെ രക്തം സകല പാപവും പോക്കി ദിനം പ്രതി നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ ശുദ്ധീകരിച്ചു, ഇപ്പോൾ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും നമ്മളെ ഒരിക്കൽ കർത്താവിനെ പോലെ, ഇപ്പം നമ്മൾ കർത്താവിനെ പോലെ ആയിട്ടില്ല, നമ്മളെല്ലാവരും അവൻ്റെ രൂപം, അവൻ്റെ സാദൃശ്യം ധരിക്കുന്ന ഒരു സമയമുണ്ട്. അതാണ് മഹത്വീകരണം എന്ന് പറയുന്നത്, ഗ്ലോറിഫിക്കേഷൻ. അതാണ് ഭാവികാല രക്ഷ എന്ന് പറയുന്നത്. ഈ രക്ഷയ്ക്ക് 3 ടെൻസ് പറയുന്നുണ്ട്. അത് വിൽ ബി എവേ ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ. അവിടെ പാപമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് പിന്നെ നമ്മളാകുന്നത്. ആദ്യം ഫ്രം ദ പെനാലിറ്റി ഓഫ് സിൻ, 2 ഫ്രം ദ പവർ ഓഫ് സിൻ, 3ാമത് ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ. ഈ 3 ഡോക്ട്രിനും ഈ ഉപദേശവും നമ്മൾ ഈ അധ്യായം 5, 6, 7 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമ്മളിത് പഠിക്കും, നന്നായിട്ട് പഠിക്കും. അതിൽ നമ്മൾ കൂടുതലായിട്ട് അതിലേക്ക് പോകാം. രക്ഷ, അങ്ങനെയാണ് രക്ഷ വരുന്നത്. വിശ്വസിക്കുന്ന ഏവനും രക്ഷ വരുന്നത്. ആദ്യം യഹൂദൻ പിന്നെ യവൻ. അത് എൻ്റെ കാരണം പറഞ്ഞു എന്താണെന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ അത് സംസാരിച്ചു. അതിനാൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസ ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നതാണ്. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. മാർട്ടിൻ ലൂതർ ഈ ഭാഗം കണ്ടിട്ടാണ് വിശ്വാസത്താലാണ് നീതീകരണം എന്ന് മനസ്സിലാക്കി. വർക്ക്സ് അല്ല, പ്രവൃത്തിയല്ല, ട്രഡീഷനല്ല, കൂതാശകളല്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളല്ല നമ്മളെ നീതീകരിക്കുന്നത്. വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ നീതീകരിക്കുന്നത്. അതുകൊണ്ട് നീതിമാൻ വിശ്വാസത്തിൽ നീതീകരിക്കും. ആ സമയത്ത് ഞാനെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് ആകെ റോമൻ കാത്തലിക് ചർച്ചയേ ഉള്ളൂ. അന്ന് പാവമോചന ചീട്ടുണ്ടായിരുന്നു, അത് വിൽക്കുമായിരുന്നു പൈസയ്ക്ക് വേണ്ടി. അന്ന് പുരോഹിതന്മാരായിരുന്നു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളവർ. അല്ലാതെ ആർക്കും തന്നെ ബൈബിള് വായിക്കുന്നതിന് കുറ്റകരമാണ്. ആരും ബൈബിൾ അപ്രോച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അത് കൈക്കലാക്കാനോ വായിക്കാനോ പാടില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ നിന്ന് 510 വർഷത്തിന് മുമ്പ് മാർട്ടിൻ ലൂതർ പ്രൊട്ടസ്റ്റൻ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ നിന്ന് മാറി വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കും എന്നുള്ള ഭാഗത്തിൽ വന്നിട്ട് ഒരു രൂപാന്തരം വന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടെ ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അത് വലിയ പ്രധാനപ്പെട്ടൊരു വാക്കാണ്. 2
അർത്ഥമാണ് റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ആൻഡ് റൈച്ചസ്നെസ് ഫ്രം ഗോഡ്. രണ്ട് രീതിയിൽ നമ്മൾ ചിന്തിക്കണം. ഈ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീതി എന്നാണത് മനസ്സിലാക്കുന്നത്. ദാറ്റ്സ് എ ബാഡ് ന്യൂസ്. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നൊരു ബാഡ് ന്യൂസാണ്. കാരണം ദൈവം നീതി നടപ്പാക്കിയാൽ നമുക്ക് ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് വി ആർ അണ്ടർ പണിഷ്മെൻറ്റ്. നമ്മൾ ന്യായവിധിയുടെ കീഴിലാണ്. എല്ലാവരും ന്യായവിധിയുടെ കീഴിലാണ്. ദൈവം ന്യായം വിധിക്കും. എന്നാൽ ശിക്ഷാവിധി, എല്ലാവർക്കും ശിക്ഷാവിധി വരും. കാരണം ദൈവം റൈച്ചസ് ആയിട്ടുള്ളൊരു ദൈവമാണ്. അവന് പാപത്തെ അങ്ങനെ സില്ലിയായിട്ട് വിടാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ടൊരു ബാഡ് ന്യൂസാണ്. എന്നാൽ റൈച്ചസ്നെസ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നുള്ള നീതി, അത് ഒരു വലിയ ഗുഡ് ന്യൂസാണ്. അത് വലിയൊരു ഗുഡ് ന്യൂസാണ്. അത് ക്രിസ്തുവിൽ കൂടി വെളിപ്പെട്ടു. അത് വലിയൊരു ഗുഡ് ന്യൂസാണ്. അവിടെയാണ് കൃപയുടെ പ്രാധാന്യം വന്നു ചേർന്നത്. അതുകൊണ്ട് നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും, വിശ്വസിക്കുന്നതുകൊണ്ട് അവൻ ജീവിക്കും എന്നുള്ളത് വലിയൊരു ചിന്തയാണ്. ഈ വിശ്വാസമാണ് പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലിവിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസം. വിശ്വാസത്തിന് വേറൊരു രീതിയിൽ പറഞ്ഞാൽ അതൊരു ആശ്രയമാണ്, ട്രസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭിക്ഷക്കാരൻ കൈ നീട്ടി സ്വർഗത്തിൽ നിന്ന് സ്വർണം സ്വീകരിക്കുന്ന പോലെയോ, ഒരു ചാകാറായ ഒരു മനുഷ്യന് അല്പം വെള്ളത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ ജീവജലം സ്വീകരിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ഒരു ശൂന്യത നിർത്താനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ യേശു ക്രിസ്തു പൂർണ്ണതയിലേക്ക്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന രീതിയിലോ, അല്ലെങ്കിൽ അത് ആശയറ്റൊരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെ വരുന്നു എന്ന് പറയാം. സുവിശേഷമാണ് ദൈവനീതി വെളിപ്പെടുത്തുന്നത്. സുവിശേഷമാണ് ദൈവനീതി വെളിപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വിശ്വാസം ഏത് രീതിയിലാണ് എന്ന് ചിന്തിക്കുക. ഇന്ന് കാണുന്നത് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ ഒരു സ്റ്റേജിലാണ് ഇന്ന് ജീവിക്കുന്നത്. എല്ലായിടവും ആർട്ടിഫിഷ്യലാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം ഇന്ന് അങ്ങനെയുള്ളൊരു ഒരു ഒരു പ്രതലത്തിൽ കൂടിയാണ് ലോകം മുഴുവൻ കടന്നു പോകുന്നത്. എല്ലാം പല കാര്യങ്ങൾ മിഥ്യ പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ അത് സത്യമായിട്ടെന്ന് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോഴത് സത്യമല്ല എന്ന് മനസ്സിലാവും. അങ്ങനെ ആകുമ്പോഴേ എങ്ങനെ വിശ്വസിക്കും പലതും. എന്നാൽ നമ്മൾ വിശ്വസിക്കാനായിട്ട് ഇവിടെ പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കണം എന്നുള്ളതാണ്. ദൈവത്തിൽ, നീതിമാൻ വിശ്വസിച്ചു. ഇത് ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള റെഫറൻസാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഹബക്കൂക്ക് പറയുന്നത് ബാബിലോണ്യ അടിമത്തത്തിൽ നിന്ന് ഉള്ള വിടുതലിനെ കുറിച്ചുള്ള കാര്യം കോട്ട് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. യഹൂദ ജനം ദൈവീയ വാഗ്ദത്തത്തിലുള്ള വിശ്വാസത്തിൽ വിശ്വസിക്കുന്നത് പോലെ, അവർ ആ ദൈവീയ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുന്നത് പോലെ നമ്മളും വിശ്വാസം മുറുകെ പിടിക്കുമ്പോഴേ, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് മുറുകെ പിടിക്കുമ്പോഴേ ഭൗതിക വിടുതൽ അവർക്ക് കിട്ടിയതുപോലെ നമുക്ക് ആത്മീയ വിടുതൽ കിട്ടും എന്നുള്ള ഒരു ചിന്തയാണ് ഇതിൽ നിന്ന് വരേണ്ടത്. യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്നവനെ ദൈവം സ്വീകരിക്കുന്നു എന്നുള്ള, യേശു ഈ ലോകത്തിൽ നമുക്ക് വേണ്ടിയാണ് വന്നത്. അതുകൊണ്ട് ആ യേശുവിൽ വിശ്വസിക്കുന്നവനെ ദൈവം സ്വീകരിക്കുന്നു. പുതിയ നിയമത്തിലെ 3 പ്രാവശ്യം ഈ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. ആ റെഫറൻസുകൾ ഞാനൊന്ന് വായിക്കാം. ഇതിപ്പം 1:17 പറയുന്നു നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്ന്. ഞാൻ പറയാം, പഴയ നിയമത്തിലെ ഹബക്കൂക്കിൻ്റെ ആണ് അത് റെഫർ ചെയ്തിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ വേറെ 2 സ്ഥലത്ത് കൂടിയുണ്ട്. ഗലാത്യർ 3:11 എന്നാൽ ന്യായപ്രമാണത്തിൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ഇവിടെ ജീവിക്കും എന്ന് പറയുന്ന ആ വാക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ജീവിക്കും എന്നുള്ളത്. 1:17 നേരത്തെ പറഞ്ഞ നമ്മൾ പഠിച്ചതിനകത്ത് നീതിമാൻ എന്നുള്ള വാക്ക് അതിന് എംഫസിസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ജീവിക്കും എന്ന് പറഞ്ഞ വാക്കിനാണ് എംഫസിസ് കൊടുത്തിരിക്കുന്നത്. എബ്രായർ 10:38 എന്നാൽ എൻ്റെ നീതിമാൻ
വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ ഉള്ളത്തിന് അവന് പ്രസാദമില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇവിടെ 10:38 എബ്രായർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് വിശ്വാസത്തെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. ഇവിടെ ഫെയ്ത്തിനെ കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച് എംഫസൈസ് ചെയ്തിരിക്കുന്നു. ഈ 3 കാര്യങ്ങൾ 3 ബൈബിളിൽ ചെയ്തിരിക്കുക. ആ രീതിയിൽ അത് അറേഞ്ച് ചെയ്തിരിക്കുക. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന് 3 ഭാഗത്തായിട്ട് ഇത് എഴുതിയിരിക്കുന്നതായിട്ട് കാണുന്നു. ഈ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, ആരാണ് നീതിമാൻ? ഈ ചോദ്യം പഴയ കാലത്തെ ഉണ്ടായിരുന്നതാണ്. ഇയ്യോബിൻ്റെ ലേഖനത്തിനകത്ത് എങ്ങനെയാണ് ദൈവം നീതിമാൻ നമ്മളെ നീതീകരിക്കുന്നത്, ഞാൻ എങ്ങനെ നീതിമാനാകും? 2-3 വാക്യങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഇയ്യോബ് 9:2 ഇങ്ങനെയാണ് പറഞ്ഞ്, ദൈവസേനയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ നമ്മൾ നീതിമാനാകും? ഇയ്യോബിന് വലിയ സംശയമായിരുന്നു എങ്ങനെ നമ്മൾ നീതിമാനാകും. ഇയ്യോബ് 15:14 മർത്യൻ ശുദ്ധിമാനായിരിക്കുന്നത് എങ്ങനെ, സ്ത്രീ പ്രസവിച്ചവൻ നീതിമാനായിരിക്കുന്നത് എങ്ങനെ എന്ന് പറയുന്നു. വീണ്ടും ഇയ്യോബ് 25:4 മർത്യൻ ദൈവസേനയിൽ എങ്ങനെ നീതിമാനാകും, സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും. ഈ ചോദ്യം കാലാകാലങ്ങളിലെ മനുഷ്യൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്. എങ്ങനെയാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത്, എങ്ങനെയാണ് നീതിമാനാകുന്നത്? ഇവിടെ യഹൂദജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവീയ വാഗ്ദത്തങ്ങളുള്ള വിശ്വാസമാണ് അവരെ നീതീകരിക്കുന്നത്. അബ്രഹാമിനെ ദൈവം നീതീകരിച്ചാണ് അബ്രഹാമിനെ വിളിച്ച് ദൈവം ഇറക്കുന്നതായിട്ട് കാണുന്നത്. ദൈവം പറഞ്ഞ വാക്കുകൾ അനുസരിച്ചു. മോശ ദൈവം പറഞ്ഞ വാക്കുകൾ അനുസരിക്കുന്നതായിട്ട് കാണുന്നു. യഹൂദജനം ദൈവവാഗ്ദത്തങ്ങളുള്ള വിശ്വാസത്തിൽ അവരെ വീണ്ടും തിരിച്ചു വരുന്നതായിട്ട് കാണുന്നു, അടിമത്തത്തിൽ നിന്ന്. ഇതെല്ലാം നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് കാണാം. പുതിയ നിയമത്തിലെ വിശ്വാസം വരുന്നത് എങ്ങനെയാണ്? ദൈവം നമുക്ക് തന്നിരിക്കുന്ന വഴി, യേശുക്രിസ്തുവിൽ കൂടിയുള്ള വഴി, അത് വിശ്വസിക്കുന്ന വിശ്വാസം ഹേതുവാകുന്നതാണ്. അത് മുഖാന്തരമാണ് നമ്മളെ വിടുവിക്കപ്പെടുന്നത്. അതുകൊണ്ട് രക്ഷാമാർഗം എന്ന് പറയുന്ന ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സുവിശേഷമാണ്. സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഉത്സുകരാകുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഉത്സുകരാകുക. അങ്ങനെയാണ് നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ പടികൾ കൂടി മുമ്പോട്ട് പോകുന്നത്. ഇത് പറയുന്ന ഒരു രീതിയിൽ പറഞ്ഞാൽ ഇത് വിശ്വാസം എന്ന് പറയുന്ന ഒരു ആശ്രയമാണ്. റോമർ 1:17 നമ്മൾ തിരിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും, ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്, ബൈ ഫെയ്ത്ത് ടു ഫെയ്ത്ത്, വിശ്വാസം ഹേതുവായും വിശ്വാസനായിക്കൊണ്ടും എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് കാരണമായും വിശ്വസിക്കുന്നവർക്കായും, വിശ്വാസത്തിന് കാരണമായും വിശ്വസിക്കുന്നവർക്കായും ദൈവത്തിൻ്റെ നീതി വെളിപ്പെടും. പാപത്തിൽ ജീവിച്ചിരുന്ന വലിയ ജനസമൂഹത്തിന് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുകയാണ്. കാരണം ദൈവം നീതി നടത്തുന്നവനാണ്. എന്നാൽ ആ ദൈവത്തിൻ്റെ നീതിയിലെ മനുഷ്യനെ മുഴുവൻ സംഹരിച്ചു കളയണം. അത് ദൈവത്തിന് ഇഷ്ടമില്ല. അതിനു വേണ്ടി ദൈവം തന്നെ പുത്രനായിട്ട് ലോകത്തിലേക്ക് അവതരിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ നീതി നമ്മളോട് പ്രദർശിപ്പിക്കുകയാണ്. അത് റിവീൽഡ് ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്, വിശ്വാസം ഹേതുവായി, കാരണമായി, അതുകൊണ്ട് വിശ്വാസത്തിനായിക്കൊണ്ട് അത് നമ്മളെ കണ്ടിന്യൂ ചെയ്യിക്കുകയാണ്, ഫെയ്ത്തിൽ കണ്ടിന്യൂ ചെയ്യിക്കുകയാണ്. നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അതോടെ എല്ലാം തീർന്നു എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ട. പ്രത്യേകം മനസ്സിലാക്കുക, അങ്ങനെ ചില ചിന്തകളുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടു അതുകൊണ്ട് സംഭവം എല്ലാം തീർന്നു എന്നുള്ളതല്ല. നമ്മൾ വിശ്വാസത്തിൽ ജനിച്ചു കഴിയുമ്പോഴേ ആ വിശ്വാസത്തിൽ നമ്മൾ വളരുകയാണ്. ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്, അല്ലെങ്കിൽ ബൈ ഫെയ്ത്ത്, വിശ്വസിക്കുന്നവർക്കായിട്ട്. ദാറ്റ് മീൻസ് ആ ഫെയ്ത്തിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ആ ഫെയ്ത്തിൽ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് അവിടെ ഗ്രോത്ത് വരുന്നത്. അവിടെയാണ് ട്രസ്റ്റ്, ആശ്രയം കൂടുതലായിട്ട് വരുന്നത്. ഒരാൾ കർത്താവിനെ പാപത്തിൻ്റെ ബോധ്യം വന്ന് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചെങ്കിൽ അയാളങ്ങ് പെർഫെക്റ്റ് ആകത്തില്ല. അവനൊരു ബാലനൊരു കുഞ്ഞാണ്. ഇനിയും കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കത്തക്ക രീതിയിൽ പാല് കുടിച്ച് വളർന്ന് കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കണം. അതിന് അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും. ഇന്ന് ജനിച്ചു വീണ്ടും ജന്മം പ്രാപിച്ചു എന്ന് പറയുന്നത് നാളെ അങ്ങ് പെർഫെക്റ്റ് ആകത്തില്ല. അത് ലൈഫ് ലോങ് പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴേ പലതരമായിട്ടുള്ള സാഹചര്യങ്ങൾ കാണും, പല സർക്കംസ്റ്റൻസിൽ പല അറ്റാക്കുകളുണ്ടാവും. ഇതിൽ നിന്നെല്ലാം നമ്മൾ കൃപ പ്രാപിച്ച് വളർന്നു വരുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഇവിടെയാണ് ചേഞ്ചസ് വരുന്നത്.
ഇവിടെയാണ് വർദ്ധിക്കുന്നത്, വിശ്വാസം വർദ്ധിക്കുന്നത്. അത് ഒരു സുപ്രഭാതത്തിൽ വരില്ല. എന്നാൽ പലപ്പോഴും ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഒരു ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയിൽ ഇരിക്കുന്നു എന്ന് മറന്നുപോയത്. ജനിച്ചാൽ ഉടനെ മരണം, ആ ഒരു രീതിയിൽ ഇരിക്കുന്ന സ്റ്റേജുകളുണ്ട്. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന രക്ഷ, നമ്മളെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളതിന് വേണ്ടതായിട്ടുള്ളൊരു സീരിയസ്നെസ് കൊടുക്കാതെ നമ്മൾ ഈ ലോകമയമായിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുമ്പോഴേ നമ്മുടെ ജീവിതം മരണത്തിന് തുല്യമല്ലേ, കൃപ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവമല്ലേ ഉള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ വിശ്വാസത്താൽ ജീവിക്കും, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പ്രാവർത്തികമാണ്. ഇറ്റ്സ് എ കണ്ടിന്യൂയിങ് ഫെയ്ത്ത്. അത് തുടർമാനമായിട്ടുള്ളൊരു വിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇറ്റ് ഈസ് നോട്ട് എ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ആൻഡ് സിറ്റിംഗ് ദെയർ. അത് തുടർമാനമായിട്ടുള്ള വിശ്വാസമാണ്. അതുമാത്രമല്ല, വിശ്വാസമാണ് ബേസിസ്, നോട്ട് വർക്ക്സ്. പ്രധാനമായിട്ട് അതാണ്, പ്രവൃത്തികളല്ല കാരണം. ഒരുപാട് പ്രവൃത്തികൾ ഇന്നുണ്ട്, ആ പ്രവൃത്തി ഒന്നും ദൈവത്തിലേക്ക് നടത്തത്തില്ല. പ്രവൃത്തി വരണം. എങ്ങനെയാണ്? വിശ്വാസം കഴിഞ്ഞിട്ട് നമ്മുടെ വളർച്ചയിൽ പ്രവൃത്തികൾ കാണണം, പ്രവൃത്തികൾ നമ്മൾ ഉണ്ടാക്കണം, നമ്മളിൽ നിന്ന് വരണം. ആ പ്രവൃത്തി ദൈവം ആഗ്രഹിക്കുന്നു. അല്ലാതെ പ്രവൃത്തി കൊണ്ടല്ല വിശ്വാസം രക്ഷിക്കപ്പെടുത്തേണ്ട, പ്രവൃത്തി കൊണ്ടല്ല ഒരു മനുഷ്യനെ രക്ഷിക്കപ്പെടുത്തേണ്ട. അതുകൊണ്ട് പ്രവൃത്തി കൊണ്ടല്ല എന്നുള്ള ചിന്തയോടുകൂടി ഞാൻ ഇന്നത്തെ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ വിശ്വാസം ഏത് രീതിയിലാണ്? നമ്മൾ വിശ്വാസത്തോട് ചില കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒന്നും ആവശ്യമില്ല. യേശു ക്രിസ്തുവിൻ്റെ ആ വലിയ രക്ഷ ദൈവശക്തിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. വിശ്വസിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ആരെങ്കിലും ഈ അനുഭവത്തിലില്ലെങ്കിൽ, ആരെങ്കിലും പിന്തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനിച്ചു ആ സമയത്ത് തന്നെ കൃപ നഷ്ടപ്പെട്ടു പോയി അതിൽ വളരാൻ പറ്റിയിട്ടില്ലെങ്കിൽ, കർത്താവിലേക്കൊന്ന് തിരിച്ചു വരുമോ? ഇന്ന് രാത്രികാലം നമ്മുടെ ഒരു സമയമായി തീരട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മളെ വീണ്ടെടുക്കട്ടെ, നമ്മുടെ കുറവുകൾ ക്ഷമിക്കട്ടെ. ദൈവത്തിൻ്റെ നീതി പൂർണ്ണതയിൽ യേശുക്രിസ്തുവിൽ കൂടി വെളിപ്പെട്ടതാണ്. അത് നമുക്ക് വേണ്ടി തന്നാണ്, റൈച്ചസ്നെസ് ഫ്രം ഗോഡ്. അത് ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൽ കൂടി വെളിപ്പെട്ട വലിയ ഗുഡ് ന്യൂസ് നമ്മളത് സ്വീകരിക്കുകയും നമ്മളത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശ്വാസത്താൽ ജീവിപ്പാനായിട്ട് നീതി, കർത്താവിൻ്റെ നീതി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഓർത്ത് സ്തോത്രം. പഴയ നിയമത്തിൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെങ്കിൽ ഇന്ന് കർത്താവ് ഞങ്ങൾക്ക് തന്ന നീതി ഞങ്ങൾ വിശ്വസിക്കുമ്പോഴേ അതനുസരിച്ച് ഞങ്ങൾ ജീവിക്കും എന്നോർത്ത് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. അത് ഞങ്ങളുടേതായി ഏറ്റെടുക്കുവാനായിട്ടുള്ള ദൈവകൃപ ഈ ദിവസങ്ങളിൽ തരണമേ. ആരെങ്കിലും പിന്നോക്കാവസ്ഥയിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വിശ്വാസത്തിൽ ജീവിക്കും എന്നുള്ള തീരുമാനത്തിൽ, ആ വിശ്വാസത്തിൽ ഞാൻ തുടർമാനമായി ജീവിക്കും എന്നുള്ള തീരുമാനത്തിലിരിപ്പാൻ കർത്താവെ സഹായിക്കണമേ എന്ന് ഞങ്ങളെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. രോഗികളായി പല പ്രയാസങ്ങളിരിക്കുന്നവരെ ഈ തരണത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം ബാധിച്ച ചിലർ, അവരുടെ പേരൻസ് ഇത് കാണുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഒക്കെ അതെല്ലാം മാറി അത് പൂർണ്ണമായിട്ട് ആ ഡിഫക്റ്റ് മാറുവാനായിട്ട് ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമോ? ഇന്ന് സൗഖ്യം കർത്താവ് തരും. വിശ്വസിച്ച് ഒന്ന് പ്രാർത്ഥിക്കുമോ? ആ ഓട്ടിസത്തിൽ നിന്നുള്ള എല്ലാ വിടുതലുകളും യേശുവെ നീ കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര കർത്താവെ അടച്ചു വെച്ചിരിക്കുന്ന മനസ്സുകളെ, അടച്ചു വെച്ചിരിക്കുന്ന ആ ചിന്തകളെ, അതൊക്കെ ഇന്നൊന്ന് റിലീസ് ചെയ്യട്ടെ, എന്ന് തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈയുടെ വേദനയിലെ പ്രയാസത്തിലിരിക്കുന്ന ചില വ്യക്തികൾ ഇതേ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇന്ന് നിങ്ങൾക്ക് വലിയൊരു വിടുതൽ തരും. ഫ്രോസൺ ഷോൾഡർ ആണോ എന്ന് എനിക്കറിയത്തില്ല, എന്തോ ഒരു വേദന നിങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് നാളുകളായിട്ട് ദൈവം അതിൽ നിന്ന് പൂർണ്ണമായിട്ടൊരു വിടുതൽ ഇന്ന് നിങ്ങൾക്ക് തരും. ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ നേൽപ്പിച്ച് പ്രാർത്ഥിക്കുമോ? ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാൽ പ്രയാസപ്പെടുന്ന ചിലർ ഇത് കാണുന്നു. വേദന വരികയും അതുപോലെ മരുന്നുകൾ കഴിക്കുകയൊക്കെ ചെയ്യുന്ന ചിലർ ഇത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വലിയൊരു വിടുതൽ ഇന്ന് വന്നു ചേരും. ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമോ? നിങ്ങൾക്ക് ഏത് അസുഖമായാലും നിങ്ങളുടെ വലങ്കൈ ആ അവയവത്തിൽ വെച്ചൊന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ, വലിയൊരു വിടുതൽ ഈ വിശ്വസിക്കുന്ന ജനത്തിന് നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ വലിയ കൃപ അവരോട് കൂടെ ഇരിക്കട്ടെ. വിശ്വസിക്ക് സകലത് സാധ്യമാവുമെന്ന് എൻ്റെ വചനത്തിലുള്ള ഓർത്ത് സ്തോത്രം. അതുകൊണ്ട് വിശ്വാസത്തോട് ഇത് ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ വലിയൊരു മിറക്കിള് കർത്താവേ, ഒരു അടയാളം അവരുടെ ജീവിതത്തിൽ ഇന്ന് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് ഷെയർ ചെയ്യുമ്പോൾ അവരും ഈ ദൈവവചനം കേൾക്കുവാനായിട്ട് ഇടവരികയും കർത്താവിനെ അറിയുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചാണല്ലോ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല എന്നും അതുപോലെ വിശ്വസിക്കണമെന്നും ഒക്കെ നമ്മൾ പഠിച്ചാണല്ലോ. അതായത് നമുക്കും ഇത് മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നതനുസരിച്ച് അവരും വിശ്വാസത്തിലേക്ക് വരാനായിട്ട് കാരണമായെങ്കിൽ ദൈവത്തിൻ്റെ ആ വലിയ പ്രവർത്തനത്തിൽ നമ്മളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി അത് ഷെയർ ചെയ്യുക. അതിൽ കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. തുടർമാനമായിട്ട് ഇത് കാണുക. നിങ്ങൾ നോട്ട് എഴുതി വെക്കുക. അത് ഭാവിയിലേക്ക് ഇത് അനുഗ്രഹപ്രദമാകും. പ്രത്യേകിച്ച് ഈ പറയുന്ന റെഫറൻസ്, ഞാൻ പല റെഫറൻസും വായിക്കുന്നില്ല. കാരണം ഒരുപാട് റെഫറൻസസ് ഉള്ളതുകൊണ്ട് ഇത് വായിക്കുന്നില്ല. നിങ്ങൾക്കത് നോട്ട് ചെയ്ത് വെച്ച് പിന്നീട് നിങ്ങൾക്കത് പഠിക്കാവുന്നതാണ്. ഇത് പ്രാർത്ഥനയോടുകൂടി അറ്റൻഡ് ചെയ്യുക. നാളെയും ഇത് കാണും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.